നമ്മളിന്നും ഡെയിലി കേൾക്കുന്ന ഒരു വാർത്തയാണ് കൊലപാതകം എന്ന് പറയുന്നത്. മിക്ക ദിവസങ്ങളിലും, അതായത് ഒരാഴ്ച ഒരു 3 ദിവസമെങ്കിലും നമ്മൾ പത്രത്തിലും ടി വിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് കൊലപാതകം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള റിപ്പോർട്ടുകളെല്ലാം അനുസരിച്ച് വയലൻസിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കേരളത്തിൻ്റെ സ്ഥാനം രണ്ടാമതുമാണ്. ഏകദേശം പട്ടികയിൽ 2-ലും അല്ലെങ്കിൽ 3-ലും ആ ഒരു സ്ഥാനത്തൊക്കെ വരുന്നു. അപ്പോൾ ഇങ്ങനെ ഡെയിലി കേൾക്കുന്നതിൽ ഏറ്റവും ദുഃഖകരമെന്ന് പറയുന്നത് കൊച്ചുകുട്ടികളെ കൊല്ലുന്നതാണ്. ഈ കൊച്ചുകുട്ടികളെ കൊല്ലുന്നതെന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം കുറച്ച് 2 ദിവസത്തിന് മുമ്പ് കേട്ട് തൃശ്ശൂർ ഒരു 5 വയസ്സോ 6 വയസ്സോ ഉള്ള ഒരു ആൺകുട്ടിയെ ഒരുത്തൻ കുളത്തിൽ മുക്കിക്കൊന്നു എന്ന്. ജാമ്പയ്ക്ക് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിച്ചു. എതിർത്തപ്പോൾ കൊന്നുകളഞ്ഞു എന്നുള്ളത്. അതുപോലെ തന്നെ നിരവധി വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഏതൊരു തരത്തിലുള്ള കൊലപാതകമായാലും അത് കുറ്റകരം തന്നെയാണ്, അത് ദുഃഖമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിന് ഒരു സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ കോടതി നിയമം എല്ലാം സ്ട്രോങ് ആണെങ്കിൽ പോലും എല്ലാവർക്കും ശിക്ഷ കിട്ടുന്നില്ല. അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളിൽ നിന്നും ആർക്കും ഭയമില്ല എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നല്ല ചില കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ്. കാര്യം ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസ്, ചൈന, അങ്ങനെയുള്ള ചില രാജ്യങ്ങൾ, ഉത്തര കൊറിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം അവരെങ്ങനെയാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എങ്ങനെ? നമ്മൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ നമുക്ക് വാർത്തകളിൽ കൂടെ എല്ലാം നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ശക്തമായിട്ടുള്ള നിയമമാണ് കൊലപാതകത്തിനെതിരെ അവിടെ ഉള്ളത്. കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഉറപ്പാണ്. അതായത് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ചിലവിൽ തീറ്റിപ്പോറ്റാതെ തന്നെ കാര്യം ഫിനിഷ് ചെയ്യാനായിട്ട് അവർക്ക് വലിയ താമസമൊന്നും വേണ്ട. അതിൽ പലതരത്തിലുള്ള ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണ് ഉള്ളത്. അതായത് ഗൾഫ് കൺട്രീസിലെ സൗദിയിലാണെങ്കിൽ തല വെട്ടുന്ന പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ തൂക്കിക്കൊല്ലും, ഫയറിംഗ് ഉണ്ട്, സ്റ്റോൺ എറിഞ്ഞ് കൊല്ലും, അതുപോലെ അങ്ങനെ പല രീതിയിലുള്ള ഇഞ്ചക്ഷൻ, US-ലാണെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലുന്ന പരിപാടിയുണ്ട്, കറണ്ട് അടുപ്പിക്കും. അങ്ങനെ പല രീതിയിലുള്ള ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഉണ്ട്. സൗദി അറേബ്യയിലെ ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ് ഏറ്റവും വലിയ ക്യാപിറ്റൽ പണിഷ്മെൻറ്റും. അതുപോലെ തന്നെ വർഷത്തിൽ ഏറ്റവും കൂടുതൽ എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നതും സൗദി അറേബ്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുറ്റം ചെയ്യാൻ എല്ലാവർക്കും കൈവിറയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് കാര്യം. ഇവിടെ ഒരു കുട്ടികളുടെ ശരീരത്തിൽ പോലും ഒരു നുള്ളു മണ്ണ് വീഴാൻ പോലും പാടില്ല എന്നുള്ളതാണ് കാര്യം. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഈ കുറ്റകൃത്യങ്ങൾ പെരുകുന്നത്, അങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നത്, അവരെ ജയിലിൽ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റുന്നത്, ഇതെന്താണ്? അതിന് പകരം കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശിക്ഷ നടപ്പിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ വീണ്ടും ഒരു വാർത്ത ഇപ്പോൾ കേട്ടു. കർണാടകയിൽ ഇതുപോലെ ഒരു പെൺകൊച്ചിനെ കൊന്ന ഒരു ആളിനെ പോലീസ് എൻകൗണ്ടറിലൂടെ വെടിവെച്ച് കൊന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. കാര്യം നിയമം ആർക്കും കയ്യിലെടുക്കാൻ പാടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറ്റവാളികൾ പോലീസിനെതിരെയും തിരിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാര്യം. ഇനി അവൻ കുറ്റം ചെയ്യാനായിട്ട് അവൻ്റെ കൈ പൊങ്ങരുത് എന്നുള്ളതാണ്. അപ്പം ശക്തമായിട്ടുള്ള നടപടികൾ ഇതിനെതിരെ ഉണ്ടാവണമെന്നുള്ളതാണ്. കഴിവതും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കഴിവതും നമ്മളവരെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കണം എന്നുള്ളതാണ് കാര്യം. പുറത്ത് എവിടെയും ഒറ്റയ്ക്ക് കൊച്ചുകുട്ടികളെ അയക്കാനേ പാടില്ല. അതുപോലെ തന്നെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് സ്വന്തക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ അടുത്തോ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നല്ല ആക്കിയിട്ട് പോകാനേ പാടില്ല. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അയൽപക്കത്തുള്ളവരുമായിട്ടായാലും മറ്റ് ഏത് തരത്തിലായാലും ശരി തന്നെ ഒരു മാർജിനിട്ടുള്ള ഒരു ബന്ധം മാത്രമേ പാടുള്ളൂ.
അകമഴിഞ്ഞ രീതിയിൽ വിശ്വാസത്തിൻ്റെ പുറത്ത് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അയൽവക്കത്ത് നിന്ന് വിശ്വസിച്ച് കൊണ്ടാക്കി അവിടെ പീഡനങ്ങൾക്ക് ഇരയാകുന്നതും കൊലപാതകങ്ങൾ നടക്കുന്നതെല്ലാം. അപ്പോൾ ഇപ്പം നമ്മൾ ഡെയിലി കേരളത്തിൽ കേട്ടുവരുന്നത് ഇങ്ങനെയുള്ള കാര്യമാണ്. കൊച്ചുകുട്ടികളെ അറിയാവുന്നവർ, അതായത് വർഷങ്ങളോളം അറിയാവുന്നവരായിരിക്കും ചിലപ്പം തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്നത്. കാര്യം ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടു, ഒരു 42 വയസ്സുകാരൻ 15 വയസ്സുകാരി ഒരു കൊച്ചുമായിട്ട് പോയി ആത്മഹത്യ ചെയ്തതാണെന്നും പറയുന്നുണ്ട്. അത് എന്താണ് സംഭവമെന്ന് പോലീസിന് കേസ് അന്വേഷിച്ച് തെളിയിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. കാര്യം ആ ആളെന്ന് പറയുന്നത് ആ കൊച്ചുകുട്ടിയെ ജനിച്ച നാൾ മുതൽ എടുത്തുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ്. ആ വീടുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ആ പെൺകൊച്ചു വലുതായപ്പോൾ അതുമായിട്ട് സ്നേഹബന്ധത്തിനായി ഇങ്ങനെ ഒരു മരണത്തിലേക്ക് പോയത്. അപ്പം നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. അപ്പം കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് പാരൻസാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ചതിക്കുഴികളിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആഗോളതലത്തിൽ കഴിഞ്ഞ വർഷമുണ്ടായ വധശിക്ഷകളുടെ എണ്ണം എന്ന് പറയുന്നത് കഴിഞ്ഞ 9 വർഷത്തിനിടയിലുണ്ടായ വധശിക്ഷകളുടെ എണ്ണത്തിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതലെന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ 2024 ഏകദേശം 15 മുതൽ 18 വരെയുള്ള ആൾക്കാരെയാണ് വധശിക്ഷയ്ക്ക്, ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്, അതായത് എക്സിക്യൂഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇത് 2015 ശേഷം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ നിരക്കാണ് എന്ന് തന്നെ പറയാം. അതായത് 2023 കഴിഞ്ഞപ്പോൾ തന്നെ 35% വർധനവുണ്ടായി എന്ന് തന്നെ പറയാം. അതായത് ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ വധശിക്ഷ വളരെ ശക്തമായിട്ട് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അതായത് ആഗോളതലത്തിൽ നടക്കുന്ന വധശിക്ഷകളുടെ 40% ഈ പറയുന്ന പോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് നൽകുന്നതാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാര്യം മയക്കുമരുന്ന് ഈ പറയുന്ന രാജ്യങ്ങളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അതായത് ചൈന, ഇറാൻ, സൗദി അറേബ്യ ഇങ്ങനെയുള്ള അങ്ങനെ കുറച്ച് ലിസ്റ്റിൽ കുറച്ച് രാജ്യങ്ങൾ കൂടിയുണ്ട്. പക്ഷേ ഈ പറയുന്ന രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വധശിക്ഷ ഉറപ്പായിട്ടും കിട്ടും. അതായത് വധശിക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ ഏതാണ്ട് 40% മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കൊണ്ട് കൊടുക്കുന്ന ശിക്ഷയാണ്. അതുപോലെ തന്നെയാണ് സൗദി അറേബ്യയിൽ ഈ വർഷം ഏകദേശം നടപ്പിലാക്കിയ വധശിക്ഷ എന്ന് പറയുന്നത് ഏകദേശം 345ഓളം പേരെയാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. അതായത് 2023 അപേക്ഷിച്ച് നോക്കുമ്പോൾ 35% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന രാജ്യങ്ങൾ തീർച്ചയായിട്ടും നിയമങ്ങൾ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ഒരു രാജ്യങ്ങളാണ്. കാര്യം ഇവിടെ ഈ പറയുന്ന പോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ അക്രമങ്ങൾ കാണിക്കുന്നതോ ബലാത്സംഗം ചെയ്യുന്നതോ അല്ലെങ്കിൽ ആൾക്കാരെ കൊല്ലുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ പിടിച്ചു കഴിഞ്ഞ് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷ ഉറപ്പായിട്ടും ലഭിക്കും. അപ്പോൾ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുറയും എന്നുള്ളതാണ്. കാര്യം ഇത്രയ്ക്കും ചെയ്തിട്ട് പോലും കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിലെല്ലാം കുറ്റകൃത്യങ്ങളുടെ എണ്ണം വീണ്ടും പെരുകാൻ കാര്യമെന്ന് പറയുന്നത് ആർക്കും ഒരു രീതിയിലുള്ള ശിക്ഷയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് വധശിക്ഷ തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും എല്ലാം ആക്രമിക്കുന്നവരും ഇതുപോലെ കൊല്ലുന്നവരും ബലാത്സംഗം ചെയ്യുന്നവർക്കും എല്ലാം തീർച്ചയായിട്ടും വധശിക്ഷ കിട്ടണം എന്നുള്ളതാണ്. 2024 തുടർച്ചയായ 2ാം വർഷവും സുപ്രീം കോടതി ഒരു വധശിക്ഷയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ പ്രോജക്റ്റ് 31 നിന്നും വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. കാര്യം ഇന്ത്യയിലെ വധശിക്ഷ നടപ്പിലാക്കുന്നത് എന്ന് പറയുന്നത് മരിക്കും വരെ കഴുത്തിൽ തൂക്കിലേറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഏകദേശം വളരെ ഒരു വർഷം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഏകദേശം 2020 ഒരു നിർഭയ കേസിലെ പ്രതികൾക്കാണ് അവസാനമായിട്ട് വധശിക്ഷ കൊടുത്തത് തന്നെ. അതായത് അപൂർവമായ കേസുകളിൽ മാത്രമാണ്
ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് എന്ന് പറയുന്നത്. ഈ അപൂർവങ്ങളായ കേസുകളിൽ എന്ന് പറയുന്നത് അത് വളരെ റെയറായിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വധശിക്ഷയ്ക്ക് വിധേയമാകുന്നത് എന്ന് പറയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ എല്ലാ കൊലപാതകങ്ങളും ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഈ പറയുന്ന പോലെ അപൂർവങ്ങൾ എന്ന് പറയുന്ന കൊലപാതകങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ വധശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള കൊലപാതകമായാലും ഏത് തരത്തിലുള്ള അക്രമങ്ങളായാലും തീർച്ചയായിട്ടും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടേണ്ടതാണെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. 1983 മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് സുപ്രീം കോടതി അപൂർവ സിദ്ധാന്തം വ്യക്തമാക്കുകയും വധശിക്ഷ ന്യായീകരിക്കുന്ന 5 തരം കുറ്റകൃത്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് കൊലപാതകം നടത്തിയ രീതി അത്യന്തം ക്രൂരവും പൈശാചികവുമാണ് എന്നുണ്ടെങ്കിൽ, കൊലപാതകത്തിൻ്റെ പ്രേരണ, കുറ്റകൃത്യത്തിൻ്റെ സാമൂഹികമായി വെറുപ്പുളവാക്കുന്ന സ്വഭാവം, കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി, കൊലപാതകത്തിന് ഇരയാകുന്ന ആളിൻ്റെ ഇരയാകുന്നത് ഒരു കുട്ടിയോ സ്ത്രീയോ പ്രായമായ വ്യക്തിയോ പോലെ അങ്ങനെ ദുർബലനായിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റെയറസ്റ്റ് ആയിട്ടുള്ള അപൂർവമായി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. മരണശിക്ഷയെക്കുറിച്ചുള്ള ഗ്ലോബൽ ഫ്രെയിംവർക്ക് നമുക്ക് നോക്കാം. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതായത് ICCPR, ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് സംബന്ധിച്ച അന്താരാഷ്ട്ര ഉടമ്പടിയും ആർട്ടിക്കിൾ 6 അനുസരിച്ച് പരിമിതമായ സാഹചര്യങ്ങളിൽ വധശിക്ഷ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിർത്തലാക്കാനോ കാലതാമസം വരുത്താനോ തടയുവാനോ പാടില്ല എന്നുള്ളതാണ്. 1984 UN സേഫ് ഗാർഡ് UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ വധശിക്ഷയ്ക്ക് വിധേയരായ വ്യക്തികളുടെ അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന സുരക്ഷാ മാർഗങ്ങൾ അംഗീകരിച്ചു. 1989 ICCPRലേക്കുള്ള രണ്ടാമത്തെ ഓപ്ഷണൽ പ്രോട്ടോകോൾ വന്നു. UN ജനറൽ അസംബ്ലി ഈ പ്രോട്ടോകോൾ അംഗീകരിക്കുകയും ചെയ്തു. വധശിക്ഷ നിർത്തലാക്കാൻ അംഗരാജ്യങ്ങളെ പ്രേരിപ്പിച്ചു. ഇത് അംഗീകരിച്ച സംസ്ഥാനങ്ങൾ തങ്ങളുടെ അധികാരപരിധിക്കുള്ളിൽ ആരെയും വധിക്കില്ലെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതായത് ചില രാജ്യങ്ങളിൽ ഇപ്പോഴും വധശിക്ഷ ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ലോകരാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ എന്തു തന്നെ ചെയ്താലും വധശിക്ഷ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വധശിക്ഷ കൊടുക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് അതിൻ്റെ തോത് വളരെ കുറവാണ് എന്നുള്ളതാണ്. കാര്യം ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങൾ, അതായത് സിംഗപ്പൂർ, ഉത്തര കൊറിയ, അല്ലെങ്കിൽ ഇറാഖ്, ഇറാന്, ഒമാന്, UAE, സൗദി അറേബ്യ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, അതായത് GCC കൺട്രീസ് എടുത്ത് നോക്കിയാലും, അതുപോലെ തന്നെ ഏഷ്യയിലെ ഉത്തര കൊറിയ, ചൈന, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കിയാലും നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണ് അവർ കൊടുക്കുന്നത്. അതായത് കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും എന്നുള്ളതാണ്. അതിൽ കൂടുതലും ഈ പറയുന്ന പോലെ മാരകമായിട്ടുള്ള തെറ്റ് ചെയ്യുന്ന, അതായത് ബലാത്സംഗം, ഈ പറയുന്ന പോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്, കുട്ടികളെ കൊല്ലുന്നത്, അങ്ങനെ അല്ലെങ്കിൽ മുതിർന്നവരെ കൊല്ലുന്നത്, ആരെ തന്നെ കൊന്നതായാലും, കൊലപാതകം എന്ത് തന്നെ ആയാലും ശരി തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതാണ്. അതിൽ ഉപരിയായിട്ട് ഈ പറയുന്ന പോലെ ഈ ഉണ്ടാകുന്ന ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ 40% മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് കൊടുക്കുന്നതാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഇറാഖ്, സൗദി അറേബ്യ, ഈ പറയുന്ന പോലെ ചൈന, സിംഗപ്പൂർ, അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ഇന്ത്യയിലും ഈ പറയുന്ന പോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ കിട്ടണം എന്നുള്ളതാണ്, വധശിക്ഷ തന്നെ കിട്ടണം എന്നുള്ളതാണ്. കാര്യം കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ് അത് എന്നേക്കുമായിട്ട് ഇല്ലാതാകണം എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ.